ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ വ്ളോഗൊക്കെ ഭയങ്കര ഷോർട്ടായി പോയത് കാരണം പല കൂട്ടുകാരും കമൻറ്റ് ചെയ്ത് കണ്ടു പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ലെങ്തി ആയിട്ടുള്ള ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾക്ക് മദ്രസ ഒന്നുമില്ല, സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് ഇന്നിപ്പോൾ ചിക്കനും പത്തിരൊക്കെ ആക്കി കൊടുത്തിടാമെന്ന് വിചാരിക്കണത്. അതുകൊണ്ട് തന്നെ നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ളതും ഒക്കെ ആക്കാനുള്ളതല്ലേ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പത്തിരി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പൊടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പത്തിരിക്കുള്ള പൊടി വാട്ടി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് വീട്ടിൽ ഇക്കാൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആയില്ലേ ഉമ്മാനും ഉപ്പാനൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരൊക്കെ കൂടി ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ. പൊടി വാട്ടിയെടുത്തത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ അമ്മിക്കല്ല് വെച്ചിട്ട് കുത്തി ഒന്ന് സെറ്റാക്കി എടുക്കണം, ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് കുഴച്ചെടുക്കുക. ചിലരൊക്കെ ഈ പത്തിരിക്കുള്ള മാവ് കുഴച്ചെടുക്കുമ്പോൾ പൊടി വാട്ടിയെടുത്ത പാടെ തന്നെ ആ നല്ല ചൂടോട് കൂടിയിട്ട് പെട്ടെന്ന് കുഴച്ചെടുക്കുന്നത് കാണാം. ശരിക്കും നല്ല ചൂടോട് കൂടിയിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ചൂടോട് കൂടിയിട്ട് എൻ്റെ കൈ കൊണ്ട് കുഴച്ചെടുക്കാനേ കഴിയൂല. കാരണം എൻ്റെ കൈയിൻ്റെ ഉള്ളനടിയിലുള്ള തൊലിക്കട്ടി നേർത്തതാണ്. അപ്പോൾ അത് ചെറിയ ചൂടാണെങ്കിലും ഭയങ്കരമായിട്ട് പൊള്ളിപ്പോവും. അപ്പം ഞാൻ കുറച്ചൊക്കെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കുഴച്ചെടുക്കുക. അങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ കുഴച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ കുറേ ടൈം കുഴച്ചെടുക്കണം. അങ്ങനെ ഇതാ ഉമ്മി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഈ പത്തിരിപ്പണി. ഞാൻ ഈ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പത്തിരി ഉണ്ടാക്കാറ്. പത്തിരി ആകുമ്പോഴേക്കും ചിക്കൻ കറി കൂടെ റെഡി ആവണം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും കിഴങ്ങും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ചിക്കനോ ബീഫോ എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കിഴങ്ങ് മസ്റ്റാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിഴങ്ങാണ് അതിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കുക്കറിലിട്ടിട്ട് അതിലോട്ട് പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലോട്ട് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും പിന്നെ ഉലുവ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കും കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളത്. കുക്കിംഗ് മൊത്തം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ അഗാരോൻ്റെ ഈ ഒരു 5 നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ വീഡിയോസിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കാണിക്കുമ്പോൾ പല കൂട്ടുകാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ബ്രാൻഡ് ഏതാ, ഇത് എവിടുന്നാണ് വാങ്ങിച്ചെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ അഗാരോൻ്റെ പ്രീമിയം ഗ്രാനൈറ്റ് ലുക്ക് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണ്. ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണെന്നുള്ളത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിന് ടഫ്ലോൺ കോട്ടിംഗ് അല്ല കേട്ടോ, പകരം കാസ്റ്റ് അലുമിനിയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടില്ലേ, നല്ല പ്രീമിയം ഗ്രാനൈറ്റ് ലുക്കിൽ വരുന്ന അടിപൊളി കോട്ടിംഗ് ആണ്. പിന്നെ അതാ ഇതിനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ലിഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാം ഗ്യാസ് ആൻഡ് ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്. പിന്നെ അഗാരോൻ്റെ തന്നെ 2 ടൈപ്പിൽ വരുന്ന കുക്ക് വെയർ സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ നമ്മൾ 5 പാത്രങ്ങൾ വരുന്ന കുക്ക് വെയർ സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കിച്ചണിലോട്ട് അത്യാവശ്യത്തിന് വേണ്ട എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഒരു സോസ് പാൻ ഉണ്ട്, ഫ്രൈ പാൻ ഉണ്ട്, കടായി ഉണ്ട്, തവ ഉണ്ട്, കാസറോൾ ഉണ്ട്, പിന്നെ അതിനൊക്കെ ഗ്ലാസ് ലിഡും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഗ്യാസ് ആൻഡ് ഇൻഡക്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗാരോൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് കാലം ഒരു കേടും കൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റും.
നമ്മളിതിൽ കുക്ക് ചെയ്യണ സമയത്ത് ഒരിക്കലും ഇത് ഡ്രൈ ഹീറ്റ് ചെയ്യരുത്. അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ അതിലോട്ട് പാത്രം വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലോ വെള്ളമോ ഒഴിച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരിക്കലും ഇത് ഡ്രൈ ഹീറ്റ് ആവാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് വാഷ് ചെയ്യണ സമയത്ത് ഡിഷ് വാഷറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ ഉപയോഗിച്ച് നല്ല ജെന്റിലായിട്ട് വാഷ് ചെയ്യുക. അതായത് നല്ല റഫായിട്ടുള്ള സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകാണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതായത് നമ്മളിത് മിസ് ഹാൻഡ്ലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഒരു കേടും കൂടാണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നേരത്തെ പത്തിരി പരത്തണീൻ്റെ ഇടക്ക് പോകുന്നതല്ലേ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ആ പരത്തി വെച്ചിട്ടുള്ള പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ അത് അഗാരോൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്ക് തവയിലാണ് കേട്ടോ ഞാൻ പത്തിരി ചുട്ടെടുക്കാൻ പോണത്. ഉമ്മ ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് ആ ഒരു വുഡിൻ്റെ റോള് വെച്ചിട്ട് പരത്താൻ കഴിയൂല. അപ്പോൾ ഉമ്മ മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു PVC പൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. ഉമ്മയാണ് കേട്ടോ എന്നെ PVC പൈപ്പ് വെച്ചിട്ട് പത്തിരി പരത്താനൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. കാരണം ഇവിടെ നല്ല കട്ടിക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറി ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇക്കാൻ്റെ ഉപ്പാക്കും ഇക്കാക്കൊന്നും താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മളെ സോനുവിന് തേങ്ങ അരച്ച കറികളോടെ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഞാനിതാ തേങ്ങ അരച്ചൊഴിക്കണതിന് മുന്നേ കുറച്ച് പാത്രത്തേക്ക് മാറ്റി വെക്കും. അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ ഈ കറി നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ ഇവർക്കൊക്കെ ഇഷ്ടം. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരക്കുമ്പോൾ കുറച്ച് കട്ടിയിലൊക്കെ തേങ്ങ അരക്കൂലേ, അങ്ങനെയുള്ള കറി ആർക്കും ഇഷ്ടമല്ല. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനും ചിക്കൻ കറിയും പത്തിരി തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. കാരണം അവർക്ക് മൂന്നാൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയാവൂലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പത്തിരിയും ചിക്കനൊക്കെ ആക്കിയതായിരുന്നു. പിന്നെ അതാ കുട്ടികൾക്ക് സ്നാക്സിന് വേഫർ റോളും പിന്നെ ഇന്നിപ്പോൾ ബിസ്ക്കറ്റൊക്കെയാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈഷുക്കുട്ടിക്ക് പിന്നെ നട്ട്സ് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഞാൻ ബദാമും കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ അനുവിന് അങ്ങനെ നട്ട്സിനോടൊന്നും താല്പര്യമില്ല. രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ നേരമുണ്ടല്ലോ, ആ ബസ് വരുന്ന ടൈമിൽ മൊത്തത്തിലൊരു തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ഓർക്കൊക്കെ ജോലി തന്നെയായിരിക്കും. ഉപ്പയാണ് കേട്ടോ അവരുടെ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോയി എടുത്ത് വെക്കുന്നത്. പിന്നെ ഇതാ ഇക്ക നീറ്റിൻ്റെ നൈഷുക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. രാവിലെ എത്ര നേരത്തെ എണീറ്റ് ഒക്കെ റെഡിയാക്കി മക്കളുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചാലും ആ സ്കൂൾ ബസ് വരുന്ന ടൈമിലുണ്ടല്ലോ എന്തോ ഒരു മൊത്തത്തിലൊരു തിരക്കായിരിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമാണോ എന്നുള്ളത്. നൈഷുവിനിപ്പോൾ മുടി കെട്ടണ കാര്യത്തിലൊന്നും വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ കെട്ടിക്കെടുക്കുന്നത് അതിലോളം ഒക്കെ ആയിരിക്കും. അങ്ങനെ മുടി കെട്ടാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഓളുടെ ഷൂവും സോക്സും ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ സോനുട്ടി ഓൻ്റെതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ നൈഷുക്കുട്ടിൻ്റെ ഷൂവും സോക്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. സോനു എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചീത്ത പറയുകയും ചെയ്യും, ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ നല്ല പോലെ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ അവന്. ഇന്നിപ്പോൾ മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അനുക്കുട്ടിയൊക്കെ ഒന്ന് വിശാലായി ഉറങ്ങി എണീറ്റിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അവളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നൈഷുക്കുട്ടിൻ്റെ മുടികെട്ടൽ കഴിഞ്ഞിട്ട് അനുക്കുട്ടിനെ ഒരുക്കാനുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വ്ളോഗും കൂടെ ഷൂട്ട് ചെയ്യല്ലേ. ഞാൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ച് പോയപ്പോൾ നമ്മൾ നൈഷുക്കുട്ടി അവിടെ മെഹന്തിൻ്റെ റിവ്യൂ എടുക്കുകയാണ് കേട്ടോ. ക്യാമറ ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് ആ മെഹന്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അനുക്കുട്ടിൻ്റെ മുടി കെട്ടാൻ നിന്ന ടൈം കൊണ്ട് ഇക്ക നേരെ പോയിട്ട് നൈഷുക്കുട്ടിനെയും വലിച്ച് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഇക്ക മക്കളെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചാൽ മക്കൾ ആരും ചെല്ലുമല്ലോ കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇക്ക മക്കളുടെ മുഖത്ത് പൗഡറും കൺമേശൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ല ഭൂതത്തിൻ്റെ മാതിരി ഉണ്ടാവും കേട്ടോ കുട്ടികളുടെ മുഖം. പൗഡറൊക്കെ നല്ലോണമായിട്ട് വാരി പൊത്തി കൊടുക്കും. കൺമേശൊക്കെ എഴുതിയത് കണ്ടാൽ പിന്നെ വല്ല കഥകളിക്ക് ഇറങ്ങിയ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഒരിക്കൽ ഉപ്പച്ചി കൺമേശ എടുത്തു എന്ന് കണ്ടാൽ തന്നെ നൈഷൊക്കെ അനുക്കുട്ടിയൊക്കെ
അവസാനം കുട്ടികളൊന്നും ഈ പരിപാടിക്ക് കിട്ടൂല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇക്കാൻ്റെ ക്യാൻവാസ് എൻ്റെ മുഖമാണ് കേട്ടോ. കണ്ണെഴുതലും പൊട്ടുകൂട്ടലൊക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു കഥകളിക്കുള്ള രൂപത്തിൽ ഒരുക്കി തരും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു സൈഡിൽ കണ്ടില്ല ഒരു നനവ്. ഞാൻ എപ്പോഴും കൈ ഇങ്ങനെ ഡ്രസ്സിൽ തടുക്കുന്ന ആ ഒരു ദുശീലം എനിക്കുണ്ട്. എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടും പറ്റാത്തതാട്ടോ. പക്ഷെ അത് ആ സമയത്ത് നമ്മൾ അറിയില്ല. അപ്പോൾ കണ്ട വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്രത്തോളം ഞാൻ ആ വെള്ളത്തോടുക്കുന്ന കൈ ഡ്രസ്സിൽ ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ സ്കൂൾ ബസ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പപ്പയാണ് കേട്ടോ മക്കള് ബസ് കയറ്റി വിടാൻ വേണ്ടി പോയിട്ടുള്ളത്. നമ്മുടെ വീട് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കോടമഞ്ഞൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇപ്പം വീടിൻ്റെ മുകളിലുള്ള ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല രസമാണ് ചുറ്റിനും കാണാൻ. ഇനി ടാങ്കിയൊക്കെ വെച്ചിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ഇക്കവിടെ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ ആരും ചായ കുടിച്ചിട്ടില്ല. സാധാരണ ഉപ്പ മക്കളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാറുണ്ട്. ഉമ്മാനും ഞാൻ അവരുടെ കൂടെ തന്നെ ഇരുത്താറുണ്ട് കേട്ടോ. ഉമ്മ ചിലപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ പിന്നെ ഇക്കാൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ കൂടെ ഇരിക്കാറ്. കുറച്ചൊക്കെ വഴുകും ചായ കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മൊത്തം കുക്കിങ്ങും ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ അഗാരോൻ്റെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണല്ലോ. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാനിന്നിപ്പോൾ ചായ ആക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു പാത്രങ്ങൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കൊക്കെ ഈ ടഫ്ലോൺ കോട്ടിങ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോണത്. പക്ഷേ ഇത് കാസ്റ്റ് അലുമിനിയം കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രാനൈറ്റ് ഫിനിഷൊക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് അഗാരോൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ്. അതിനിടക്ക് ഏളയച്ചൻ അവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓനിക്കിപ്പോൾ ഡ്യൂട്ടി കയറാനായിട്ടുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ പഴയ വ്യൂവേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വീഡിയോ ഇടുന്നത്. അത് കാരണം ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടണില്ല എന്ന് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. ചിലരൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ വീഡിയോസ് ഒന്നും ഇടാത്തതെന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോഴാണ് യൂട്യൂബ് ആ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തിക്കൊള്ളും. ഇതിങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാത്തതായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ നല്ലൊരു സ്പോഞ്ചോ ക്ലോത്തോ വെച്ചിട്ട് നല്ല ജെന്റിലായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇതൊന്നും കേടാവാണ്ട് ഇരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകിയ പാടെ ആ വെള്ളത്തോട് കൂടെ തന്നെ എടുത്തു വെക്കാണ്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഉണങ്ങിയതിന് ശേഷം മാത്രം സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ പാടന്നെ ഉമ്മ ഇവിടെ ബിരിയാണിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പം ഇതാ ഞാൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഉമ്മ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരാശ്വാസമാണ് കേട്ടോ. അതായത് ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ തൊലി കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോളം ദേഷ്യമുള്ളൊരു കാര്യം മാറല്ല കേട്ടോ. അതൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യാറ്. അതേപോലെ നമ്മൾ ഉപ്പേരിക്കും കറി വെക്കാനുള്ള കഷ്ണങ്ങൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരും ഉമ്മ. ഉമ്മ വന്നാൽ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരുട്ടോ. എന്താ പറയുക, ഉച്ചക്ക് മുന്നേ തന്നെ ജോലികളൊക്കെ തീർന്ന് കുളി കഴിഞ്ഞിരിക്കും. കാരണം ഈ ചെറിയ ചെറിയ പണികളായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന തരിക. അതുപോലെ ഉമ്മ കൂടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിനൊരു പ്രത്യേക അടുക്കും ചിട്ടിയും ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പണികളൊക്കെ നേരത്തെ തീരും. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ അവർ കൂടെ ഉണ്ടാകുമ്പോൾ. പിന്നെ ഒന്നാമത് നമുക്ക് ഉമ്മ ഇപ്പൊന്നും വീട്ടിലില്ലാണ്ടാവുമ്പോൾ നമുക്ക് ആരും പേടിക്കാമല്ലോ. പേടിക്കാല്ലാതാവുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെയുള്ള ജീവിതമല്ലേ. പക്ഷെ എന്ന് വെച്ചിട്ട് ഉമ്മാനും ഉപ്പാനൊക്കെ പേടിച്ചതായിട്ട് അങ്ങനെ ചെയ്യാമെന്നൊന്നും അല്ല കേട്ടോ. നമ്മൾ കൂടെ വയസ്സായവരുണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ ആവണം, അവരുടെ ടൈമിനാവണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഒക്കെ കറക്റ്റ് ടൈമിനാക്കും. ഇവിടെ അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയാലും ഓർക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയേ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു പ്രശ്നമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
ഉമ്മിപ്പൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായിട്ടോ. ഇളയച്ചി അവളുടെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ ഉമ്മിപ്പൊക്കെ ഇങ്ങോട്ട് വന്നതേനു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി റെഡിയാക്കുക. അപ്പോൾ ഈ ഫിഷ് ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ വെച്ചിട്ടുള്ള പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഫിഷിൻ്റെ മാരിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, വലിയ ജീരകവും, വിനാഗിരിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്, പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടി, ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള മാരിനേഷനാണ് കേട്ടോ ഈ ഫിഷിന്. കൂടെ ഞാൻ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അരി വേവിച്ച് ഊറ്റിയിട്ടാണ് കേട്ടോ ബിരിയാണി ആക്കാൻ പോണത്. അപ്പോൾ ആ വെള്ളത്തിലോട്ട് അല്പം ഏലക്ക, പട്ട, ഗ്രാമ്പു, സൺഫ്ലവർ ഓയിൽ, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബിരിയാണിക്കുള്ള ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കണ്ട. അതിൻ്റെ രണ്ട് സൈഡ് ഒരു ഹാഫ് കുക്ക് ആവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ഞാനൊരല്പം ക്യാരറ്റും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ബിരിയാണിയിലേക്കുള്ള ഫിഷൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുകയാണ്. ഇനി ഈ ഒരു പോട്ടിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുന്നത്. അതായത് ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓയിലിൽ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാള നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒരല്പം വിനാഗിരി ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിന്ന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 3 തക്കാളി അടിച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ചോറ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 നാഴി അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ മൂത്ത്, അതായത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്ന ടൈമിൽ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂണ് മിൽമ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടെ ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഫിഷ് ബിരിയാണി അല്ല, നമ്മൾ നേരത്തെ ഫിഷ് അതിൽ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ആ ഓയിലിൽ തന്നെ മസാല ഉണ്ട്. പിന്നെ ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 മുറി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഈ ഒരു മസാല. കൂടെ ഇതിലോട്ട് നമുക്കൊരു പിടി മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫിഷ് ബിരിയാണിക്കുള്ള മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ബിരിയാണിക്കുള്ള റൈസ് ഒന്നുകൂടെ വേവാനുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം അരി വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ദം ചെയ്തെടുക്കാം. മുഴുവനും വെന്തിട്ട് ദം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണി ദം പൊട്ടിക്കുന്ന സമയത്ത് ആ റൈസ് നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഇന്നിപ്പോൾ ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ഇക്ക പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്.
അങ്ങനെ ഇക്കാനൊക്കെ യാത്ര അയച്ച് വന്നപ്പോഴേക്കും ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടല്ലോ അത് കറക്റ്റ് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളൊരു 1/4 ഭാഗം അരി വേവുമ്പോഴാണ് ഊറ്റേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദം ചെയ്തെടുക്കും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ബിരിയാണി ദം ചെയ്തു. അതായത് ഒന്ന് ജസ്റ്റ് അടച്ച് വല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് സമയം അടച്ചു വെക്കൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ ആ ആവിയിൽ കിടന്നിട്ട് ഒന്നുകൂടെ വെന്ത് കഴിഞ്ഞാൽ ചോറ് നല്ലോണം വേവായി പോകൂലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കൊള്ളിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ കിച്ചൺ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. നേരത്തെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ ഉമ്മ ഉൾഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഡ്യൂട്ടിയൊക്കെ നേരത്തെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഒരു ഗ്യാസിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ആ ഒരു ഷെൽഫിൻ്റെ ഇതുണ്ടല്ലോ അതിൽക്ക് എന്താ അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാതും തെറിക്കൂല അല്ലെങ്കിൽ ചൂടായാൽ അത് കംപ്ലൈൻ്റ് ആയി പോകില്ല എന്നുള്ളത്. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനത് ഡെയിലി ആ ഭാഗം തുടച്ച് ക്ലീനാക്കി ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് നല്ല നീറ്റായിട്ടായിട്ടുണ്ടാകും. നമ്മളവിടെ കുക്ക് ചെയ്യണ ഒരു ഏരിയ ാണെന്നൊന്നും തോന്നൂല. അതങ്ങനെ വെള്ളം തട്ടിക്കഴിഞ്ഞാലും അങ്ങനെ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അതങ്ങനെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ കംപ്ലൈൻ്റ് ആവില്ലേ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഇക്കയും ഉപ്പയൊക്കെ പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബിരിയാണി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റൈസ് ഓവറായിട്ട് കുക്കായോന്ന്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഞാൻ അതിനിടയ്ക്ക് ഇക്കാനെ പറഞ്ഞേക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് ശ്രദ്ധ തെറ്റിട്ടോ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് ഓർക്കാണ്ട് പോയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് പിന്നെ അതൊക്കെ നല്ലോണം കുളമായിട്ടാണ് അവിടേക്ക് എത്തുക. പക്ഷെ ഇത് ഞാനൊന്ന് പേടിച്ചിട്ടോ. വലിയ പ്രതീക്ഷയിൽ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുളമാകുമെന്ന്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ആദ്യം അതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഫിഷൊക്കെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ മസാല ഇട്ട് ഈ റൈസ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഫിഷ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ചിക്കൻ്റെ പോലെ അല്ലല്ലോ, ഫിഷ് വേഗത്തിൽ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം റൈസ് നല്ലോണം മസാല ഇട്ട് മിക്സ് ചെയ്തിട്ട് വിളമ്പാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും മസാല ഒരുപോലെ കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റി ആയിരിക്കും. ഉപ്പ രാവിലത്തെ ചായ കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ തറവാട്ടിലൊന്ന് പോകും കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആകുമ്പോഴാണ് വരിക. ഈ ഫിഷ് ബിരിയാണിക്ക് ഞാൻ എടുത്തിട്ടുള്ള മീൻ വറ്റയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വറ്റ വെച്ചിട്ട് ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ ഐക്കോറ അങ്ങനെയുള്ള മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ വറ്റ നല്ല മീനാണെന്ന് അവിടുന്ന് ആ കാക്കു പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ചിക്കനും ബീഫും വെച്ചിട്ടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഫിഷ് ബിരിയാണിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കൊണ്ട്, അടിപൊളിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കണേ. അങ്ങനെ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ഞാൻ ചായക്ക് ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കി കൊടുക്കുന്നത്. അങ്ങനെ വൈകിട്ട് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉപ്പപ്പാനും കൂട്ടിയിട്ട് 3 ആളും തറവാട്ടേക്ക് വിരുന്ന് പോകാൻ കേട്ടോ. നാളെ ഇപ്പോൾ സാറ്റർഡേ ലീവല്ലേ. കുറേ ആയിട്ട് പറയാൻ കേട്ടോ അവർക്ക് അങ്ങോട്ട് വിരുന്ന് പോകണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഉപ്പിമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും പറഞ്ഞാൽ നടക്കുമല്ലോ. അങ്ങനെ എന്താണെങ്കിലും ഇതാ ഓരെയും കൂട്ടിയിട്ട് കുറേ ആയിട്ട് പറയല്ലേ. എന്നാൽ പിന്നെ ഒരു ദിവസം അവിടെ പോയി നിന്നോട്ടെ എന്ന് വിചാരിച്ച് അവരെ ആക്കി കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഉപ്പപ്പയും കുട്ടികളും മാത്രമാണ് കേട്ടോ പോണത്. ഒരു പിന്നെ പിറ്റേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉപ്പാൻ്റെ പെങ്ങളുടെ വീട്ടിൽ, അതായത് അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട് മുറിയങ്കണ്ണിയാണ്. അപ്പോൾ ആ മുറിയങ്കണ്ണി പുഴയാണ് കേട്ടോ ഇത്. അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിതാ എല്ലാവരും കൂടെ അവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിൽ റീലിടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇതാ
ഉപ്പാൻ്റെ പെങ്ങളുടെ മോന് അബുക്കാക്കുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് കുറേ സംസാരിച്ചിരുന്നു. പിന്നെ നമ്മൾ നേരെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവരുടെ മക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി. അതിന് ശേഷം പിന്നെ അബുക്കാക്കുൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ രാത്രി കുറേ വൈകിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുകയാണ്. കാരണം ഈ വീഡിയോസിൽ ഇതൊക്കെ എന്നും അങ്ങനെ കാണാമല്ലോ നമുക്ക് നമ്മളെ ഫാമിലിനെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു. അത് ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഷെയർ ആക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്